എൻ്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ഈ ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. അവിടെ ലാലേട്ടനല്ല മാർക്കിടായിരിക്കുന്നത്, ബിഗ് ലൂസിന്റെ കഥയും പറഞ്ഞിരിക്കും. എന്റെ പൊന്നു ബ്രോ, ബിഗ് ബോസ് ഒക്കെ ഓക്കെ, നിങ്ങൾ അതിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു, അതൊരു ഗെയിം ഷോ ആയിരുന്നു എന്ന് വ്യക്തമായി ആളുകൾക്ക് മനസ്സിലായി. അതും കരുതി നിനക്ക് വേണ്ടിയിട്ട് വോട്ട് കുത്താൻ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന പരിപാടിയല്ല, അവിടെ പോയിട്ട് വിരൽ വെച്ചിട്ടുള്ള മറ്റേ പരിപാടിയാണ്. എടാ അവിടെയൊക്കെ BJPയുടെ വോട്ടിനെ കുറിച്ചൊരു ബോധമില്ല. 76,000 72,000 വോട്ട് CPM-നും UDF-നും, BJPക്കൊക്കെ 5,000 6,000 വോട്ടുള്ളൂ. എന്ത് പൊട്ടനാടാ ഇവൻ. ബിഗ് ബോസിൽ ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇവനെ വോട്ട് ചെയ്യുന്ന പറയുന്നേ. കുറച്ചെങ്കിലും ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് എന്റെ അഖിൽ മാരാരെ. ചേട്ടാ, ഇവന്റെ കുറച്ച് പൊട്ടത്തരങ്ങൾ ഉണ്ടെന്ന് നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇവൻ വോട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചോ, ഇവൻ പറയുന്ന വാക്കൊക്കെ നാളെ മാറ്റി പറയും, തീർച്ചയായിട്ടും മാറ്റി പറയും. നിങ്ങൾ ചെന്ന് ചോദിക്കും, അല്ല മോനെ നീ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞേ, അത് ഞാൻ അങ്ങനെയാണോ പറഞ്ഞതില്ല ഇങ്ങനെയാണോ പറഞ്ഞത്. നാവോണ്ടുള്ള ഒരു പരിപാടി ഉണ്ട്, നാവാട്ടം. ഈ നാവാട്ടം വെച്ചിട്ട് നിങ്ങൾ മൂഞ്ചു. ഇപ്പൊ അതാണ് വീട് കൊടുക്കുന്ന പറഞ്ഞ്, പക്ഷെ വീട് കൊടുത്തില്ല. അങ്ങനെ ഊളത്തരം കുറെ ഉണ്ട്. എന്തായാലും കാണാം. ആദ്യം നമുക്ക് റോബിൻ രാധാകൃഷ്ണൻ എന്തോന്ന് പറയാനുണ്ട്, വളരെ കാര്യപ്പെട്ട എന്തോ പറയാണെന്ന് കാണാം. ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJP സപ്പോർട്ടറാണ് ഞാൻ. ചിലപ്പോൾ ഒരു സംഖ്യ ആവാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മണ്ടനാവാം, പക്ഷെ ഞാനിപ്പോൾ കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് അല്ലേ? ഇവിടെ നിൽക്കുന്നില്ലേ? കാറിയിരുന്ന് പുള്ളിക്കണം പറയും, നമ്മളെ ഇതേപോലെ പ്രൂവ് ചെയ്ത് കാണിക്കും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ. എടാ 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 മണകൊണാഞ്ച. ഞാനിപ്പോ സംഖ്യയാണ്, ചിലപ്പോ മണ്ടനാകാം, ചിലപ്പോ അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ആ സാധനം പറഞ്ഞു പോവാന്നുള്ളത്. എടാ മോണകൊണാഞ്ച, അവിടെ ആകെ 6,000 വോട്ടുള്ളടേ നിനക്ക്. BJPക്ക് ആകെ 6,000 വോട്ടുള്ളൂ, ബാക്കിയൊക്കെ CPM-നും കോൺഗ്രസിനുമാണ്. നിന്നൊക്കെ വെറുതെ അവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെന്താണ് കാറിലിരുന്ന് ഡയലോഗ് അടിക്കും, ഞാൻ അവിടെ കാണിച്ചു കൂട്ടുന്നു. എന്തൊക്കെയാടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറെ എണ്ണത്തിന് ബിഗ് ബോസിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, കുറെ സിനിമ സീരിയലിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് എന്റെ പൊന്നു മക്കളെ. ഇവരൊക്കെ ആകെ ഒരു ലക്ഷ്യമുള്ളൂ, അവർക്ക് ഫേമസ് ആവുക എന്നുള്ളത്. നാളെ TV ചർച്ചയിൽ, ചാനൽ ചർച്ചയിലൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനുമല്ല. പിന്നെ കുറെ ആളുകളെ വിചാരം എന്ന് വെച്ചാൽ ഈ TV ചാനൽ ചർച്ചയ്ക്ക് പോണേൽ ഒന്നും കിട്ടൂല എന്നുള്ളതാ. അങ്ങനെയല്ലട്ടാ, കുറെ പൈസ കിട്ടും, കൂലി വാങ്ങിയിട്ടാണ് എല്ലാരും ഇവിടെ ഇരിക്കണത്. അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ലക്ഷ്യം. ബാക്കി 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 വാഗ്ദാനങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആരെയും പറഞ്ഞു പറ്റിക്കില്ല. 100% എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാനിത് ആവർത്തിച്ച് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു. ഞാൻ ഏതെങ്കിലും ഒരു ജനതയെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ എന്നെ ഇന്നത് പറഞ്ഞവനല്ലേ, നീ അത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലിക്കോളൂ. ഇതിനെ മോന്തടിച്ച് ജനങ്ങൾ മിക്കവാറും തിരിക്കും കേട്ടോ. വയനാട് ഭാഗത്തേക്കൊന്നും പോവല്ലേ. ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് 3 വീട് ഞാൻ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. പിന്നീട് ഇപ്പൊ അത് മാറ്റി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയല്ല പറഞ്ഞെന്നുള്ളത്. മോന്ത ചിലപ്പോ അടിച്ച് തിരിക്കും വയനാട്ടിലത്തെ ആൾക്കാർ. ഞാൻ കാര്യമായിട്ട് പറയാണ്, എന്തൊരു കൂതറയാടാ ഇവൻ. ഞാൻ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇവനൊക്കെ 100 വട്ടം വാക്ക് മാറ്റി പറയും, 100 വട്ടം വാക്ക് മാറ്റി പറയും. ഇവന്റെ പഴയ കാലത്തെ വീഡിയോസ് മുഴുവൻ എടുത്ത് നോക്കിക്കോ. ഒന്നാമത്തെ സാധനം ബിഗ് ബോസാ. ബിഗ് ബോസിൽ കയറുന്നതിലും നല്ലത് മുണ്ട് പൊക്കി കാണിക്കാന്ന് പറഞ്ഞ ആളാ. രണ്ടാമത്തെ സാധനം, ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ലാൻഡ് സ്ലൈഡ് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞുള്ളത്. എന്തുവാടേ, എന്താ ഇത് ജയിച്ചു കഴിഞ്ഞ് വരുന്ന അഖിൽമാരെ നിങ്ങൾക്ക് തല്ലാം പറഞ്ഞ് പറ്റിച്ചാലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മനുഷ്യനെയും, ഒരു സാധാരണക്കാരനെയും ഞാൻ പറഞ്ഞു പറ്റിക്കില്ല. ഒരു സാധാരണക്കാരും പറഞ്ഞു പറ്റിക്കില്ല. ഇപ്പൊ അവിടെ നടന്ന് പറ്റിക്കുന്നുണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി ചെന്നിട്ട് അവന്റെ അടിക്കുറിപ്പ് കാണണം. ഇതാണ് സഖാക്കന്മാർ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവന് സഖാക്കന്മാരെ തീരെ ഇഷ്ടമല്ല. ഇവന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഫുൾ ഇതിനെ എതിർത്താണ് ഇപ്പൊ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് വോട്ട് കിട്ടണം, അതിനെന്ത് കൂതറത്തരവും കാണിക്കുന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് പറയാണ്, ചിത്രത്തിൽ പോലും അഖിൽമാരാർ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോളി. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് മത്സരിച്ചു, ജയിക്കും തൂക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ഇടക്ക് ചാണകത്തിലേക്കൊന്ന് ചാടിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇതാണ് നിലപാട്. നിലപാടില്ലാത്തവനാണ് നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്നത്. കൊള്ളാമിടാ, കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ഇവൻ ഇടക്കിടക്ക് വാക്ക് മാറ്റി പറയും.
ഇവന്റെ പേര് തന്നെ അഖിൽ മാരാർ, ഞാൻ പറയുന്നില്ല, വേറെന്തെങ്കിലും ഇടണ്ടേരല്ലോ ഇവന്റെ പേര്. ഈ വാക്കിന് സ്ഥിരതയില്ലാത്ത ആളുകളെ എന്തൊക്കെ വിളിക്കുമല്ലോ നാട്ടില്, അതാണ് പറയണ്ടേ. രാഷ്ട്രീയത്തിൽ എല്ലാ ജനപ്രതിനിധികളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അതിപ്പോൾ എൻ ഡി എയുടെ കാഴ്ചപ്പാട് വികസനമാണ്. നരേന്ദ്രമോദി ഇന്ന് രാജ്യത്ത് കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ മറ്റൊരാൾക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാണെന്ന് എനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യകാരണങ്ങൾ നിരത്തി എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. നീ കാര്യങ്ങൾ നിരത്തിയിട്ടൊന്ന് പറഞ്ഞേ. ബീഹാറിലൊക്കെ ഒരു പട്ടിണിയും ഇല്ല, അവിടുത്തെ റെയിൽവേ ട്രെയിൻ സർവീസൊക്കെ പൊളിയാണെന്നൊക്കെ പറയടാ. പാളത്തിന്റെ മുകളിൽ നിന്ന് ഒരാളിരുന്ന് തൂറുന്നില്ല. കറക്റ്റ് തെളിവ് സഹിതം പറ. അതാണല്ലോ അതിൻ്റെതായത് റോഡ്. ബീഹാറിലൊക്കെ റോഡ് കിടിലൻ റോഡ്, അത് പറ. ഇവന്റെ നാക്കും വാക്കൊന്നും കേട്ട് ആരും വിശ്വസിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യണത് നല്ലതാ. ഇനി എന്താണ് BJP എന്ന് ഇവൻ തന്നെ ഒരു 4 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. പിന്നെ BJP യുടെ വർഗീയത നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. കാര്യം അവരുടെ ബേസിക് അതാണ്. അതെങ്ങനെ നമ്മൾ തിരുത്തുന്നത് എങ്ങനെയാണ്? അതാണ് ഹിന്ദുത്വ ദേശീയവാദമാണ് അവരുടെ നമ്മൾ ഇത് പലപ്പോഴും പലരൊന്നും എതിർക്കുന്നറിയോ. നിങ്ങൾ വർഗീയത പറയുന്നത്, പിന്നെ ഇവരെന്തോ വേണ്ടൊക്കെയാ പറയേണ്ടത്. BJP എന്താണ്? ഓ, ഇപ്പൊ പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പൊ തല തിരിച്ചല്ലോ. BJP നേതാക്കന്മാരൊക്കെ അത് കാണുന്നുണ്ടാ? ഈ നിങ്ങളെ ഇമാതിരി ഊക്കി ആളെയൊക്കെ പിടിച്ചിട്ടാണ് കസേരയിൽ ഇരുത്താൻ നോക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നാക്കുണ്ടല്ലോ, ആ സാധനം വെച്ചിട്ട് അപ്പൊ കണ്ടവനെ അത് വിളിക്കാൻ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ്. കറക്റ്റാ. അപ്പൊ മാറ്റി പറഞ്ഞ കണ്ടില്ലേ? അതാണ്, മാസങ്ങളൊന്നും വേണ്ട, ആഴ്ചകൾ മതി വാക്കുകൾ മാറ്റി പറയാം. ബാക്കി ഇവര് പിന്നെ മതേതരത്വം പറയണം. BJP മതേതരത്വം അല്ല പറയുന്നത്. അപ്പം നിങ്ങൾ മതേതരത്വം പറയുകയും നിങ്ങൾ മതേതരത്വം പ്രാവർത്തികമാക്കുകയും അങ്ങനെ ജനങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കുകയും വേണം. അവർ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും കൂടുതൽ ആൾക്കാരെ വർഗീയവാദത്തിലേക്ക് കൊണ്ട് തള്ളിവിടുകയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വർഗീയത തന്നെയാണ് പറയുന്നത്, അത് തന്നെയാണ് അവരുടെ ബേസ് എന്നാണ് അവർ തന്നെ പറയുന്നത്, അല്ലേ? ഹിന്ദുത്വ ദേശീയബോധം തന്നെയല്ലേ അവർ പറയുന്നുണ്ട്. അവരുടെ പല പ്രവൃത്തി എടുത്ത് നോക്ക്. മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള നിശബ്ദമായിട്ടുള്ള അറ്റാക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും. നിശബ്ദമായിട്ടുള്ള അറ്റാക്കാ? പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും കൃത്യമായിട്ട് മുസ്ലിംസിനെയും അതേപോലെ ക്രൈസ്തവരെയും അവർ ആക്രമിക്കുന്നത് നിരന്തരം നമ്മൾ കാണുന്നതാണ്. ക്രിസ്മസ് ദിനങ്ങളാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിന്റെ നേരെയുള്ള അഴിഞ്ഞാട്ടം കാണുന്നത്. അല്ലാത്ത പക്ഷം ബീഫിന്റെയും പശുവിന്റെയും പേരും പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് മുസൽമാനാണോ എന്ന് നോക്കിക്കൊണ്ട് നല്ല ഇടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്റെ പൊന്ന് അഖിൽമാരാറെ, ഇപ്പൊ വാക്ക് മാറ്റി പറയുന്നതിന്റെ നിലപാടില്ലായ്മ ഉണ്ടല്ലോ, കാണുമ്പോൾ തന്നെ പുച്ഛം തോന്നുന്നു. നീ അവിടെ തോറ്റ് തുന്നം പാടി വരും, അന്ന് നിന്നെ ഒരാളും ഒരു വിലയും കൽപ്പിക്കില്ല. ഞാൻ കാര്യമായിട്ട് പറയാ, പിന്നെ ഒരു വില ഉണ്ടാവില്ല നിനക്ക്. നിന്റെയൊക്കെ വില അങ്ങ് തീരുമാനമായി. ഈ 2025 2026 ഇവൻ മറ്റൊരു പ്രസ്താവന അറിഞ്ഞിട്ടുണ്ട്. രണ്ടും ഒന്ന് കാണാം. എതിരാളിയുടെ കരുത്ത് നിങ്ങൾ മനസ്സിലാക്കൂ. എതിരാളിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കുക. എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഇപ്പം ഞാൻ രോഹിത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ രോഹിത്തിനെ എന്തിനു ആക്ഷേപിക്കണം? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ലായിരുന്നു. ഞാൻ പേഴ്സണലി ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ നിന്നെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട്, നിന്നേക്കാളും മികച്ച രീതിയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജനത്തിനോട് പറയുകയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ രോഹിത്തിനാണ് ചെയ്യാൻ പറ്റുന്നത് രോഹിത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജനം തീരുമാനിക്കും നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ തമ്മിലടി? പൊളിറ്റിക്സിൽ എന്തിനാണ് തമ്മിലടി? പരസ്പരം അംഗീകരിച്ച് നമുക്ക് മത്സരിക്കാമല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത്, രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു, കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു അഖിൽമാരാറ നിനക്ക് എങ്ങനെ അറിയാം? നീ സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാം കൊട്ടുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൊട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നീ ബിഗ് ബോസ് നിന്ന് കിട്ടിയ പൈസ കൊണ്ടല്ലേ ഇപ്പൊ ജീവിക്കുന്നത്? സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കിയെന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. അപ്പൊ കേട്ടില്ലേ? നമ്മൾ സ്ഥാനാർത്ഥികളെ അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ ആദർശം കൊണ്ട് മുന്നോട്ട് പോകണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അതേ നാക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ച, വലിയ കാര്യല്ലേ? ബാക്കി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട BJP-ക്കാരെ, പ്രിയപ്പെട്ട 2020-ക്കാരെ, പ്രിയപ്പെട്ട BDJS-കാരെ, എനിക്കൊപ്പം അണിനിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ കോട്ട നിന്നെ കൊണ്ട് തകർക്കാൻ കഴിയില്ല. 176,000 വോട്ടിന്റെ ഡിസ്റ്റൻസ് ഉണ്ട് എന്റെ പൊന്ന് ബ്രോ. ബോധം കുറച്ചെങ്കിലും വേണം കേട്ടോ. എന്താണ് എന്റെ പൊന്ന് BJP-ക്കാരെ, എന്റെ പൊന്നു ഒന്ന് കണ്ടോളിയും. കുറച്ച് മുമ്പ് പറഞ്ഞതാ. മനസ്സിലാവും BJP-യുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പം അതായത്
ഇപ്പം BJP-ക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ 2 പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പം പേര് പറഞ്ഞു കഴിയുമ്പം ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറി ഇട്ടിട്ടുണ്ടല്ലോ, യവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP ആണ്. എന്താ BJP-യുടെ രാഷ്ട്രീയം? വർഗീയത. മുസ്ലിം വിരോധികളായ ആളുകൾ മാത്രമേ BJP വോട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെ നിരന്തരം ഓരോ ഇന്റർവ്യൂകളിലൂടെ ഇരുന്ന് പറഞ്ഞ ആളാണ് ഈ അഖിൽ ആർ. അവനെയൊക്കെ തലേ കയറ്റിയേക്കണം. നിങ്ങളെ പറഞ്ഞാ അതിന്റെ BJP-ക്കാരെ നിങ്ങൾക്ക് പിന്നെ അപ്പൊ കണ്ടവനെ വിളിക്കണ സ്വഭാവം ഉണ്ടാവില്ല അവനെ പോലെ തന്നെ. അതുകൊണ്ടാവും. ബാക്കി പിഷാരടിയെ കുറിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. ഞാൻ ആരും കുറ്റം പറയാറൊന്നുമില്ല. ആദർശം കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടായിയാണ് മാരാരേട്ടൻ. പറയ്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണം. എന്താടാ കേസും ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? മനസ്സിലായില്ല. നീ അന്ന് എന്തോ ഒരു ഉളത്തരം പറഞ്ഞിട്ട് എന്തോ രാജ്യദ്രോഹ കേസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കേസ് വന്നു, അതാണോ പറയുന്നേ? കൊള്ളാം ചേട്ടാ, കൊള്ളാം. നല്ല പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് കേട്ടോ. എടാ മോനെ, നീ ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ BJP-യുടെ തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടാവും. ഇപ്പൊ ഇരുന്ന് പ്രാവുന്നുണ്ടാവും നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടും ഏതോ ഒരു മണവണാഞ്ചനെ കൂടെ നിർത്തി എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയരുത് എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ മീശമാധവൻ എന്ന സിനിമയിൽ ഭഗീരഥൻ പിള്ള ചെറിയ പെട്ടി 2 3 പെട്ടി ആ സാധനല്ലേ, ആ സാധനം എന്ന് കേട്ടോ. എന്നെ ചിരിപ്പിച്ച ഒരു കലാകാരന് വയ്യാത്ത ഒരവസ്ഥ കാണുന്നു. ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന നമ്പർ എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഉല്ലാസേട്ടാ, ഇതേപോലെ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കൊട്ടാരക്കര നാട്ടിലേക്ക് പോകുന്നു, അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. എനിക്ക് ഇതേ കാര്യം വേണമെങ്കിൽ 10,000-ന്റെ ഒരു 100 കെട്ടുകളുമായിട്ട് ഇത് ആൾക്കാരെയൊക്കെ കാണിച്ച് 2 കയ്യിൽ കെട്ടുമൊക്കെ എടുത്തു വെച്ച് ഉല്ലാസേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ വീഡിയോ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റി അദ്ദേഹത്തെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് ചേട്ടാ ഇതാണ് എൻ്റെ വക ഒരു സഹായം ഇരിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് കാണിച്ച് ഞാനൊരു റീലിട്ടാൽ അഖിൽമാരാരും നന്മയുള്ളവൻ. അല്ലെങ്കിൽ ഇപ്പൊ നല്ല നന്മയാണല്ലോ പറഞ്ഞത്. നീ ചെയ്തൊരു സഹായം നീ മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഇപ്പൊ ആ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടാവും, ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല, പക്ഷെ പൈസ വാങ്ങിയിട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്റർവ്യൂസിനൊക്കെ പൈസ വാങ്ങേണ്ട ആളുകൾ. ഒരാളെ സഹായിക്കുമ്പോൾ നീ പറഞ്ഞതുപോലെ ശരിയാണ്, 100-ന്റെ കുറെ കെട്ടുമായിട്ട് പോയി കൊടുക്കുന്നത് റീലൊക്കെ ചെയ്യുമ്പോൾ അത് ഒരാളെ സഹായിക്കല്ലേ, അയാൾക്ക് അഭിമാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞതൊക്കെ ഓക്കെയാണ്. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞത് ഉബൈദിനെ പോലെയുള്ള ആളുകളെ കുറിച്ചിട്ടാണെങ്കിൽ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. കാരണം ആള് നിരന്തരമായി പാവപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ വീഡിയോസിൽ അവർ വരുന്നതിൽ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നീ ഈ മനുഷ്യനെ സഹായിച്ചത് ഇപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ, ഒരു 10,000 ഉറുപ്പ്യ നീ കൊടുത്തതിന് ഇപ്പൊ എത്രത്തോളം ഇയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എത്രത്തോളം നാണം കേട്ടിട്ടുണ്ടാവും. മീശമാധവൻ സിനിമയത്തെ പോലെ തന്നെ വെടിവഴിപാട് വിളിച്ചു പറയാതെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതന്നെയല്ലേ ഇപ്പൊ നീയും ചെയ്ത്. കൊള്ളാം. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്, വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല പുരി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റുമോ, ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പം അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക. പെട്രോളിന് വില കൂടിയെന്ന്. എന്തോ യവൻ്റെ ആവശ്യം എന്താ? യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവൻ്റെ കയ്യിൽ കാശ്. അവൻ എന്നാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് നീ വല്ലാത്തൊരു മണവണാഞ്ചൻ തന്നെ കേട്ടോ. എന്റെ വണ്ടി 125 cc ഒരു പൾസർ പറഞ്ഞ ബൈക്കാണ്. ഈ ബൈക്കിന് 10-50-60 ഇടയിൽ മൈലേജും കിട്ടുന്നുണ്ട്. പക്ഷെ പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കൂടാതെ പെട്രോളിനുള്ളിൽ മറ്റേ സാധനം കുത്തി കലക്കിയിട്ട് എന്താ വണ്ടിയൊക്കെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള സ്ത്രീകൾ വിറക് വെട്ടിയിട്ട് അടുപ്പ് കത്തിച്ച് കഷ്ടപ്പെടുന്നത് കൊണ്ട് അത്ര അവർക്കൊക്കെ ഗ്യാസ് കൊടുത്തത്. എടാ 500 രൂപയുടെ താഴെ ആയിരുന്നു ഗ്യാസിന്റെ വില. ഇന്ന് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അയക്കണ്. 1000 രൂപയുടെ മുകളിലെത്തിയില്ലേ? ഇനി നീ വിറക് വെട്ടാൻ പോണ ആളുടെ കഥ പറഞ്ഞില്ലേ, അതൊന്ന് കാണാം. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയാനാ. अब कोई विकास नहीं हमन के मन तो जंगल चाहर जाते तो कहां से हमन के लायक पढ़ावेंगे? देखा ऐसे पैसा रहते तो नहीं पढ़ाती है. വികസനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ.
ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ ഒരു ജോലി എന്ന് പറയുന്നത്, ഏക ജോലി എന്ന് പറയുന്നത് കാട്ടിൽ പോയിട്ട് വിറക് എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് അവർ ഇന്ന് പോയിട്ട് എടുത്തു കൊണ്ടുവന്ന വിറക്. ഇങ്ങനെയുള്ള ഒരു കെട്ട് കാട്ടിൽ പോയി ഈ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് എടുത്തു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 70 രൂപയോ അല്ലെങ്കിൽ 80 രൂപയോ പരമാവധി 110 രൂപയോ ആണ് ഇവർക്ക് കിട്ടുക. കേരളത്തിൽ ആരാണ് ഇങ്ങനെ വിറക് വെട്ടി ജീവിക്കുന്ന ആളുകളുള്ളത്? നീ പറഞ്ഞ സ്ത്രീകളിൽപ്പെട്ട ആള് തന്നെയല്ലേ ഇവരും, അല്ലെ? ബീഹാറിലാണ് ഇന്നും വിറക് വെട്ടേണ്ട അവസ്ഥ. എല്ലാ വീട്ടിലും ഗ്യാസ് എത്തിച്ചെന്ന് പറയുന്നവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. എല്ലാ വീട്ടിലും ഗ്യാസ് ഒന്നും എത്തിയിട്ടില്ല. കേരളത്തിൽ എല്ലാവരുടെ വീട്ടിലും ഗ്യാസും കറണ്ടൊക്കെ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനിവിടെ ഭരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നികുതി പണം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് 41% തിരിച്ചു തരുന്നുള്ളൂ. അതും കൈയും കാലും പിടിക്കണം. ആമമുട്ട പൂച്ചമുട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് തരുന്നത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നികുതി പണം ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ പ്രളയം ഉണ്ടായ സമയത്ത് നമുക്ക് കേന്ദ്രം ഒരുപാട് അരിയൊക്കെ തന്നിരുന്നല്ലേ, അത് കൊട്ടിഘോഷി നടന്നിരുന്നു കൊടുത്ത BJP-ക്കാരൊക്കെ. പക്ഷെ കേന്ദ്രം 205 കോടി രൂപ അതിന് പകരം ചോദിച്ചത് ആരും പറഞ്ഞില്ല, ആരും പറഞ്ഞു തരാനില്ലല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ പൊന്നഖിൽമാരാറെ. നീ മുന്നേ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചിരുന്ന സമയത്ത് BJP-യെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഭയങ്കരമായിട്ട് താഴ്ത്തിക്കെട്ടിയിരുന്നു. പക്ഷെ നീ ഡബിൾ സിൻഡ്രം കാണിക്കാൻ തുടങ്ങിയപ്പോ ഒറ്റയടിക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങ് പോയി BJP-നാണ് പൊക്കിപ്പിടിച്ചു. നീ അവിടെ തോറ്റു തുന്നമ്പാടി വരും. കാര്യമായിട്ട് പറയാം, നീ അവിടെ തോറ്റു തുന്നമ്പാടി വരും. വന്നു കഴിഞ്ഞാൽ നിന്നെ ഒന്നും ഒരു വില ഉണ്ടാവില്ല ഒരാൾക്കും. നിനക്കൊരു വിലയും നില ഉണ്ടായിരുന്നതൊക്കെ പോയി, അത്രേ പറയുന്നുള്ളൂ. ഈ കേരളത്തിലുള്ള BJP-ക്കാരുടെ എണ്ണം ഇവിടെയുള്ള കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് പോലും എത്തില്ല എന്നുള്ള ബോധം വേണം. ആ ബോധം ഉണ്ടെങ്കിൽ നീ പൊട്ടത്തരം ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയൊക്കെ നോക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ. ഇവിടെയുള്ള BJP-ക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കേരളത്തിലാണ് ജീവിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. ഈ UP-യിലേക്കൊക്കെ പോയി കഴിഞ്ഞാലോ, ബീഹാറിലേക്കൊക്കെ പോയി കഴിഞ്ഞാലോ, ഗുജറാത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാലോ വളരെ പരിതാപകരമാണ് അവസ്ഥ എന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാം. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അടിമകളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗങ്ങൾക്കും അനുഭാവികളായിട്ടുള്ള അടിമകൾക്കും അതൊക്കെ ആയിരിക്കും. BJP-യുടെ അവസ്ഥ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. എന്തായാലും ജീവൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ജീവശ്വാസം നൽകുന്നവർക്ക് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ നികുതി പണം തന്നെയാണ് കേന്ദ്രം നമുക്ക് തിരിച്ചു തരേണ്ടത്, തരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, നമ്മൾ ആരും ഔദാര്യം ഒന്നും വാങ്ങി തിന്നുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. കേന്ദ്രത്തിൽ BJP ആണെന്ന് കരുതിയിട്ട് കേരളത്തിൽ കോൺഗ്രസ്സുകാരോ CPM-കാരോ ആവരുത് എന്നുള്ള ചിന്ത ഒക്കെ മണ്ടത്തര. നമുക്ക് തരാനുള്ളത് തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? BJP അധികാരത്തിൽ നമ്മൾ എത്തിക്കാത്തത് കൊണ്ടാ. വേണ്ട, നമുക്ക് അങ്ങനെ ഒരു ഔദാര്യം വേണ്ട എന്നാണ് തീരുമാനിക്കണം. എന്നിട്ടാണ് മുന്നോട്ട് പോകണമെന്നേ. നമ്മൾ ആരെ പേടിച്ചിട്ട് ജീവിക്കേണ്ട കാര്യം എന്തുള്ളത്? നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം നമുക്ക് എന്നും പ്രൊട്ടക്ഷൻ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉണ്ടാവും എന്നുള്ള ദൃഢനിശ്ചയം, ആ ഒരു ആത്മധൈര്യം നമുക്കുള്ളിടത്തോളം കാലം നമ്മൾ എന്തിനാണ് താമരക്കുളത്തിൽ ചീഞ്ഞ് നാറിക്കിടക്കുന്ന താമരയെ പേടിക്കേണ്ടത്? വേറൊന്നും പറയുന്നില്ല, നീണ്ടുപോകണ്ട. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.